മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് പാർട്ട് 3 ആയ കട്ടിങ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ അയൺ ചെയ്ത് വെച്ചേക്കുന്ന നെക്കാണ്. നമ്മളിതിങ്ങനെ മടക്കി ഈ അരികത്തോടു കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. അങ്ങനെ നമുക്ക് ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഭാഗം ഇതുപോലെ കട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യാം, നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താലും മതി. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പേപ്പർ ക്യാൻവാസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇപ്പുറത്തേക്ക് കൂടുതലായിട്ട് സെന്ററിലേക്ക് കൂടുതലായിട്ട് തുണി നിൽക്കുകയാണെങ്കിൽ മാത്രം കട്ട് ചെയ്താലും മതി. ഇല്ലെങ്കിൽ ചെയ്യണമെന്നില്ല. നമ്മൾക്കിത് ഓൾറെഡി മറിച്ചടിക്കുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ പോകും. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ ലൈനിങ് തുണി എടുക്കുക. ലൈനിങ് തുണിയുടെ മേലെ നല്ല തുണി വെക്കുക. നല്ല തുണിയുടെ നല്ല വശം വേണം ഫ്രണ്ടിലേക്ക് വരാനായിട്ട്. ആദ്യം ലൈനിങ് തുണി വെച്ചു. അത് കഴിഞ്ഞ് നല്ല തുണിയുടെ നല്ല വശം ഫ്രണ്ടിലേക്ക് വരണം. അതിന് മുകളിലാണ് നമ്മളിപ്പോ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നെക്ക് വെക്കുന്നത്. ഇത് ഫ്രണ്ട് നെക്കാണ്. നമ്മുടെ ഈ പേപ്പർ ഷീറ്റില് പേപ്പർ ക്യാൻവാസിൽ കൊള്ളാത്ത രീതിയിൽ ഈ അരികത്തോടു കൂടി വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. സ്റ്റിച്ച് ചെയ്ത് ഒരു 1/4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് മറിച്ചെടുക്കാണ്. അപ്പൊ അതായത് ഇത് തുണിയുടെ നല്ല വശമാണ്, നല്ല വശം. അതുപോലെ ഇത് ലൈനിങ് തുണിയുടെ മേലെ നല്ല തുണിയുടെ നല്ല വശമാണ്. ഇവിടെ നമ്മളെ ഫേസ് ചെയ്ത് വരുന്നത് നല്ല വശമാണ്. അതിന്റെ മേലെയാണ് നെക്ക് വെക്കുന്നത്. ഇത് ഒരേ ഡിസൈൻ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് ഫ്രണ്ടും ബാക്കും ചെയ്യാം. നമുക്ക് പേപ്പർ ഷീറ്റിൽ പേപ്പർ ക്യാൻവാസിൽ കൊള്ളാതെ ഈ അരികത്തോടു കൂടി സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആണ് നമ്മുടെ ബാക്ക് സൈഡിൽ ആദ്യം തന്നെ ഞാനിവിടെ ലൈനിങ് തുണിയാണ് വെച്ചേക്കുന്നത്. ലൈനിങ് തുണിയുടെ മുകളിൽ നമ്മളെ ഫേസ് ചെയ്തിട്ട് നല്ല തുണിയുടെ നല്ല വശം, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്ക് നെക്ക് വെച്ചേക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ അതായത് ആദ്യം ലൈനിങ് തുണി വെച്ചു, അതിന്റെ മുകളിൽ നല്ല തുണിയുടെ നല്ല വശം നമ്മളെ ഫേസ് ചെയ്ത് വേണം നിൽക്കാനായിട്ട്. അതിന്റെ മേലെയാണ് ഞാൻ നെക്ക് വെക്കുന്നത്. നെക്ക് മാത്രമാണ് നമ്മൾ മറിച്ച് ബാക്കിലേക്ക് എടുക്കുക. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. ഈ പേപ്പർ ക്യാൻവാസിൽ കൊള്ളാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമുക്ക് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നെക്ക് എങ്ങനെയാണോ നമ്മൾ വരച്ചേക്കുന്നത്, ഡിസൈൻ കൊടുത്തേക്കണേ, ആ രീതിയിൽ തന്നെ വേണം നമുക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട്. ഇഞ്ച് വിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് ചെറിയ നോച്ചസ് ചെറുതാക്കി ചെരിച്ച് വേണം കൊടുക്കാനായിട്ട്. ചെരിച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തയ്ച്ചേക്കണ സ്റ്റിച്ചുമ്പോൾ കൊള്ളാത്ത രീതിയിൽ വേണം നമുക്ക് നോച്ചസ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമ്മളിപ്പോൾ ഓൾറെഡി ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് പ്രസ് ചെയ്യാം. അതോടൊപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യണേക്കാളും കുറച്ചുകൂടി ബെറ്റർ നമ്മൾ അയൺ ചെയ്യണതായിരിക്കും. ഇങ്ങനെ നമുക്ക് അയൺ ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്ക് സൈഡും ഇതേപോലെ തന്നെ വേണ്ട. ഞാനിതിപ്പോ അയൺ ചെയ്ത് കൊണ്ടുവന്നു. ഈ കറക്റ്റ് മടക്കമൊക്കെ നല്ല വൃത്തിക്ക് ഇവിടെ മടങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല തുണിമ കൊള്ളാൻ പാടില്ല. ഈ ലൈനിങ് തുണിമ തന്നെ ഈ അരിക് ചേർന്ന് നമുക്ക് സ്റ്റിച്ച് കൊടുക്കണം. ക്ലിയർ ആയില്ലേ? അതായത് ഈ പീസുമ, അതായത് ഈ നമ്മുടെ നെക്ക് വെച്ചേക്കണ ഈ പീസുമ ഈ നല്ല തുണിയോട് ചേർന്ന് അരിക് ചേർന്ന് വേണം സ്റ്റിച്ച് കൊടുക്കാൻ. നല്ല തുണിമ കൊള്ളാൻ പാടില്ല. അങ്ങനെ നമുക്ക് 2 നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് നെക്ക് നല്ല തുണിമ കൊള്ളാണ്ട് ഈ ലൈനിങ് തുണിമ കൂടി ഈ അരിക് ചേർന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ കട്ട് ചെയ്തേക്കണ ഭാഗം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മറിഞ്ഞു പോയിന്ന് വരും. അപ്പൊ അതൊന്ന് നേരെയാക്കാം. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. അടിഭാഗത്ത് നമ്മുടെ ബാക്ക് പാർട്ടാണ് വരേണ്ടത്. ബാക്ക് പാർട്ടിൽ നല്ല വശത്ത് ഫ്രണ്ട് പാർട്ടിന്റെ നല്ല വശം ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ടിന്റെ നെക്ക് ഉണ്ടല്ലോ. നമ്മൾ ഇങ്ങനെ മറിച്ചടിക്കുന്നതിന് മുൻപായിട്ടുള്ള ഈ നെക്ക് നമ്മളിവിടെ ഓൾറെഡി ഇവിടെ സൈഡിൽ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നെക്കിനെ നമ്മള് ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ ഷോൾഡറിന്റെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് കണ്ട ഇങ്ങനെയാണ് വരുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ ഞാനൊരു പിൻ കുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ബാക്ക് പാർട്ടാണ്, ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഈ നെക്കിനോട് ചേർത്ത് വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് അടിക്കണേ. അപ്പൊ ഞാനത് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഓരോ പിൻ വീതം കുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഓൾറെഡി ഷോൾഡർ തമ്മിൽ സ്റ്റിച്ച് അടിച്ച് കഴിയുമ്പോൾ മറിച്ചെടുക്കുമ്പോൾ വേണ്ട ഫ്രണ്ടും വന്നേക്കുന്നത് അങ്ങനെ വേണം. അപ്പൊ ഞാൻ ഷോൾഡർ തമ്മിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതൊക്കെ ഇതിന് മുൻപേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇത് ബാക്ക് പാർട്ട്, ഇത് ഫ്രണ്ട് പാർട്ട് ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഫ്രണ്ടിലത്തെ നെക്ക് ഞാൻ ഇങ്ങനെ കറക്റ്റ് ആക്കി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആദ്യം തന്നെ ഇത് ബാക്കിലത്തെ നെക്ക് ഭാഗമാണ്. ആദ്യം തന്നെ 1/2 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള നമ്മൾ സീം അലവൻസ് വിട്ടേക്കുന്നത് 1/2 ഇഞ്ചാണ്. ആദ്യം തന്നെ ഇവിടെ 1/2 ഇഞ്ച് കറക്റ്റ് ആക്കി മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകും. ഫസ്റ്റ് സ്റ്റിച്ചിന് സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റിച്ചിന് വേണ്ടി ഇതിങ്ങനെ മടക്കി വെക്കും. മടക്കി വെച്ചിട്ടാണ് സെക്കൻഡ് സ്റ്റിച്ച് ഇതിന്റെ മേലക്കോട് ഒന്നുകൂടി ചെയ്യുന്നത്. നമ്മൾ ഡബിൾ സ്റ്റിച്ചാണ് നമ്മളുടെ ഷോൾഡറിന്റെ അവിടെ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഷോൾഡർ തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഫ്രണ്ട് നെക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു, കണ്ടില്ലേ. എന്നിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാണ്. നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ ഇനി ഇത് ഇങ്ങനെ മടക്കി വെക്കും ഒപ്പത്തിനൊപ്പം. കണ്ട ഓൾറെഡി ഷോൾഡർ തമ്മിൽ കൂടി സ്റ്റിച്ച് ചെയ്തില്ലേ. ഇനി നമുക്ക് ഇത് പതുക്കെ നിവർത്തി നോക്കാം. ഷോൾഡർ തമ്മിൽ കറക്റ്റ് പൊസിഷനിൽ തന്നെ കിട്ടിയത്. ഇവിടെയോ അതെ, കണ്ടാ ഇങ്ങനെയാണ് ഷോൾഡർ തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്നത്. നെക്ക് ഞാനിപ്പം നല്ല രീതിയിൽ അയൺ ചെയ്ത് കൊണ്ടുവന്നേക്കാണ്. അപ്പം എന്തെങ്കിലും ചെറിയൊരു ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചുളിവ് പോകുന്നതായിരിക്കും. ഞാൻ നെക്ക് ഇപ്പം നല്ല രീതിയിൽ അയൺ ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അതിനു വേണ്ടി ഞാൻ പാൻസിന് നല്ല തുണി എടുത്തു. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കറക്റ്റ് അളവിലുള്ള പേപ്പർ എടുത്തു. നല്ല തുണിയുടെ മേലിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പേപ്പർ സ്ലീവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മുകളിൽ ഒരു 3.5 ഇഞ്ചും സൈഡിൽ ഒരു 3 ഇഞ്ചും ആണ് ഞാൻ എക്സ്ട്രാ കൊടുത്തേക്കുന്നത്. ഞാൻ മേലേന്ന് വരുന്ന സ്ലോപ്പ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അളവിലേക്ക് എവിടെയാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് ഞാൻ അവിടെ ചെറുതായിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കാണ്. ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 നോച്ചിന്റെ ഇടയിലായിട്ട് വേണം നമുക്ക് ചുരുക്കിടാനായിട്ട്. എന്തോരം ചുരുക്ക് വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കാണ്. പ്ലീറ്റുകളെല്ലാം ഏകദേശം ഒരേ സൈസിലാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തേക്കുന്ന സ്ലീവ് ആയിട്ട് നമുക്കത് വെച്ച് നോക്കാം കറക്റ്റ് ആയോ ഇല്ലേ എന്നുള്ളത്. ഇനി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ച സ്റ്റിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് അഴിച്ചിടെ, അല്ലെങ്കിൽ കുറവാണെങ്കിൽ 1-2 സ്റ്റിച്ച് കൂടുതൽ കൊടുക്കുകയും നമുക്ക് ചെയ്യാം. നമുക്കിനി അടിഭാഗത്താണ് സ്ലീവ് പ്ലീറ്റ്സ് വെക്കാനുള്ളത്. നമുക്ക് അടിഭാഗത്ത് നമുക്ക് അളന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇനി എന്തോരം കൂടുതലുണ്ടെന്ന് നോക്കാം. അവിടെ നമുക്ക് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അത്രയും ഭാഗത്ത് വേണം നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട്. നമ്മൾ മുകളിൽ ഏത് സൈഡിലേക്കാണോ പ്ലീറ്റ്സ് ഇട്ടേക്കുന്നത് ആ സൈഡിലേക്ക് തന്നെ വേണം അടിഭാഗത്തും നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ. നമുക്ക് ഇനി അളവ് കറക്റ്റ് ആണോ എന്ന് നോക്കാം.
എന്നിട്ട് നമുക്ക് കുറവുണ്ടെങ്കിൽ 2-3 സ്റ്റിച്ച് കൂടുതൽ കൊടുക്കാം. കൂടുതലാണെന്നുണ്ടെങ്കിൽ 2-3 സ്റ്റിച്ച് അഴിച്ചിടുകയും ചെയ്യാം. ഇപ്പൊ നമ്മുടെ സ്ലീവ് ആണ്. സ്ലീവിന്റെ അടിഭാഗം ഞാനിപ്പോ ഒരു പട്ട വെക്കണേന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അടിവശം എന്തോരുണ്ടെന്ന് അളന്ന് നോക്കാണ്. ഇതിപ്പോ ഏകദേശം ഒരു 12 ഇഞ്ചോളം അടിഭാഗം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പട്ട വെക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു പീസാണ് എടുത്തേക്കുന്നത്. 12 ഇഞ്ച് ഇതിന് നീളമുണ്ട്. അതുപോലെ വീതി 3 ഇഞ്ച് ഉണ്ട്. പിന്നെ 1 ഇഞ്ചിന്റെ പട്ടയാണ് വെക്കുന്നത്. അതുകൊണ്ട് 3 ഇഞ്ച് എടുത്തു. അതിന് തന്നെ ഈ ഭാഗം നമ്മള് തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ മറച്ച് ഈ ഒരു ഭാഗം മടക്കിയിട്ട് വീണ്ടും ഇങ്ങോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പട്ടയ്ക്ക് നമുക്ക് 1 ഇഞ്ചാണ് വീതി വരുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിപ്പോ ഓൾറെഡി ഞാൻ ഇപ്പൊ ഇങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല ഭംഗിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് സ്ലീവിന്റെ നല്ല വശമാണ്. നല്ല വശത്ത് ഞാൻ ഈ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ്. 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇപ്പൊ ഇവിടെ 1/2 ഇഞ്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഇതിങ്ങനെ ആദ്യപ്പുറത്തേക്ക് മറച്ചു. ഒന്നെങ്കിൽ ഇത് അയൺ ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. എന്തുകൊണ്ട് അയൺ ചെയ്യുന്നതാണ് എപ്പോഴും നല്ല ഭംഗിയിൽ നിൽക്കാട്ടോ. അപ്പൊ നിങ്ങൾ അയൺ ചെയ്യാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും അയൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇപ്പുറത്തേക്ക് മറച്ചിടാം. ഇവിടെ നമ്മള് 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അയൺ ചെയ്തെടുക്കുക. ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആദ്യം വെച്ച സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ചിന്റെ അങ്ങോട്ടേക്ക് ഇതിങ്ങനെ വെച്ച് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ഇപ്പുറത്തെ ഈ സ്റ്റിച്ചിന്റെ ഒരേ ലെവലിലേക്ക് തന്നെ വേണം വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ഇത് കാണും. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഇതിനിങ്ങനെ മടക്കിയത് ഇവിടെയാണല്ലോ സ്റ്റിച്ച് വരുന്നത്. ആ സ്റ്റിച്ചിന്റെ അങ്ങോട്ടേക്ക് ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് കടന്ന് പുറത്തേക്ക് പോകരുത്. സ്റ്റിച്ചിനോട് ചേർന്ന് ഒപ്പത്തിനൊപ്പം വെച്ച് ഇതും ഒരു സ്റ്റിച്ച് കൊടുക്കാണ്. അതാവുമ്പേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടെ പട്ടയ്ക്ക് 1 ഇഞ്ചാണ് നമ്മൾ വീതി പറഞ്ഞേക്കുന്നത്. ആ 1 ഇഞ്ച് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ കറക്റ്റ് 1 ഇഞ്ച് ഇവിടെ പട്ടയ്ക്ക് വീതി വരും. ക്ലിയർ ആയി? ഇത് ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ്. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കോ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഇനി ഇത് അയൺ ചെയ്തെടുക്കാം. അതുപോലെ 2 സ്ലീവും ചെയ്യാം. ഞാനിപ്പോ ഇത് നല്ല രീതിയിൽ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ബോഡി പാർട്ടിൽ ഫിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബോഡി പാർട്ട്. ഞാനിപ്പോ ഇവിടെ എല്ലാവിടെയും ഓരോ പിൻ കുത്തി. കാരണം ഞാനിത് ലൈനിങ് തുണിയും നല്ല തുണിയും തമ്മിൽ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പിൻ കുത്തി വെച്ചേക്കുന്നത്. നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഞാനിപ്പോ പഫ് സ്ലീവ് ആയതുകൊണ്ട് ഞാനിപ്പോ ഇതില് കുഴിച്ച് വെട്ടിട്ടില്ല. സ്ലീവിൽ കുഴിച്ച് വെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ ബോഡി പാർട്ടിൽ ഞാൻ കുഴിച്ച് വെട്ടിട്ടുണ്ട്. അപ്പൊ പഫ് സ്ലീവ് ആണെങ്കിൽ നമ്മൾ സ്ലീവിൽ കുഴിച്ച് വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ബോഡി പാർട്ടിൽ കുഴിച്ച് വെട്ടണം. നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ സെന്റർ ആയതിന് കണ്ടുപിടിക്കണം. ഇനിയിപ്പോ ഏതായാലും നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോ ഇതിന്റെ സെന്റർ പോർട്ട് ഏതാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചു. ഇതാണ് ഇതിന്റെ സെന്റർ ആയിട്ട് വരുന്നത്. അപ്പൊ നല്ല തുണിയുടെ നല്ല വശത്ത് നമ്മളുടെ സ്ലീവിന്റെ നല്ല വശവും ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. നല്ല തുണിയുടെ നല്ല വശത്ത് സ്ലീവിന്റെ നല്ല വശവും ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചു. ഞാൻ സെന്റർ ആണെന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ അവിടെ ഒരു പിൻ കുത്തി കൊടുക്കാണ്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യാണ്. 1/2 ഇഞ്ച് നീക്കി സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ സ്ലീവ് അലവൻസ് നമ്മൾ 1/2 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ടേപ്പ് എടുത്ത് 1/2 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ടില് നല്ല വശത്ത് നമ്മൾ സ്ലീവിന്റെ നല്ല വശം ഒപ്പത്തിനൊപ്പം വെച്ച്
സെന്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 1/2 ഇഞ്ചാണ് ഇവിടെ ഞാൻ ഗ്യാപ്പ് കൊടുക്കുന്നത്. അപ്പൊ ആ റേഞ്ച് വിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മള് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലീറ്റ്സുകൾ ഇട്ടിട്ടുണ്ട്, അത് കറക്റ്റ് ആക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ പഫ് സ്ലീവ് ഞാനിപ്പോ ഇവിടെ ഷോൾഡർ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ പഫ് സ്ലീവ് നിൽക്കുന്നത്? ഷോൾഡർ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് സൈഡ് കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ അതിന് വേണ്ടി എല്ലാം ഒരേപോലെ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ച് ഞാൻ ഓരോ പിൻ കുത്തി കൊടുത്തു. ഇവിടെ സ്ലീവിന്റെ അവിടെ വരുമ്പോ നമ്മളുടെ ഈ ബോഡി പാർട്ടും സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണത് ഒപ്പത്തിനൊപ്പം വരണം. അങ്ങനെ ആണോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ പിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിഡ് വേസ്റ്റ് വരെയാണ് ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ സീം അലവൻസ് 1 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങള് എത്രയാണോ സീം അലവൻസ് കൊടുത്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. എല്ലാവരുടെയും 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തേക്കുന്നത്. ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഇവിടത്തോളം വരെ ഈ പട്ട ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ അടയാളപ്പെടുത്തേക്കണ പോലെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ എത്തുമ്പോൾ നമ്മൾ വെച്ചേക്കുന്ന ഇത് ഒപ്പത്തിനൊപ്പം ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ എ ലൈൻ കുർത്തി സൈഡ് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ അതിനിപ്പോ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ 2 ലൈനിങ് തുണിയും നമ്മളിപ്പോ ബാക്കിലേക്ക് ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റാണ്. 2 ലൈനിങ് തുണിയും ഞാൻ ബാക്കിലേക്ക് ഇങ്ങനെ മാറ്റി. കണ്ടില്ലേ? 2 ലൈനിങ് തുണി ഞാൻ ബാക്കിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ എവിടെയാണ് സ്റ്റിച്ച് അവസാനിക്കുന്നത്? ഇപ്പൊ ഇതിന്റെ സ്റ്റിച്ച് അവസാനിക്കുന്നത് ഇവിടെയാണ്. കണ്ടാ? ഇവിടെയാണ് ഇതിന്റെ സ്റ്റിച്ച് അവസാനിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തേക്കുന്നത്. താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 1/4 ഇഞ്ച് എന്ന രീതിയിൽ താഴെ വരുമ്പോൾ സ്റ്റിച്ച് ചെയ്യും. അതിപ്പോ ഇവിടെയാണ് ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയേക്കുന്നത്. അപ്പൊ ഞാൻ ലൈനിങ് തുണി 2ഉം ബാക്കിലേക്ക് ആക്കി വെച്ചു. എന്നിട്ട് എവിടെയാണ് സ്റ്റിച്ച് അവസാനിച്ച് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ലൈനിങ് തുണിമേ സ്റ്റിച്ച് ചെയ്യരുത്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കാണ്. അവിടെ നിന്ന് നേരെ താഴത്തേക്ക് 1 ഇഞ്ച് എന്നുള്ളത് 3/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 1/4 ഇഞ്ച് എന്ന രീതിയിൽ നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ അങ്ങനെ ഞാൻ നല്ല തുണി ഇപ്പൊ സ്റ്റിച്ച് ചെയ്തു. ഇനി ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടി നല്ല തുണി മാക്സിമം ഉള്ളിലേക്ക് നീക്കി വെച്ചിട്ട് ലൈനിങ് തുണി മാത്രം ഞാൻ പുറത്തേക്ക് എടുക്കാണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റിച്ച് അവസാനിക്കുന്നത്. അപ്പൊ നമ്മള് നല്ല തുണി മാക്സിമം ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ലൈനിങ് തുണിയുടെ അരികു ചേർന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. നല്ല തുണി മാക്സിമം ഉള്ളിലേക്ക് ഇങ്ങനെ നീക്കി വെച്ചു. എന്നിട്ട് അരികു ചേർന്ന് ഇപ്പൊ ഈ സ്റ്റിച്ച് നമ്മൾ എവിടെ അവസാനിപ്പിച്ചു അതിന്റെ അരികു ചേർന്ന് അതിന് പാരലായിട്ട് തന്നെ നമ്മൾ ഇപ്പുറത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കാണ്. അങ്ങനെ നമുക്ക് 2 സൈഡ് സ്റ്റിച്ച് ചെയ്യാം. എ ലൈൻ സൈഡ് അറ്റാച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന് മുമ്പ് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതും കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ആവുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അടിവശം നമുക്ക് ഉരുട്ടി സ്റ്റിച്ച് ചെയ്യാം. ചെറുതാക്കിയിട്ട് മാക്സിമം ചെറുതാക്കിയിട്ട് ഇങ്ങനെ എന്തുമാത്രം ചെറുതാക്കാവോ അങ്ങനെ ചെറുതാക്കി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. മാക്സിമം എന്തുമാത്രം ചെറുതാക്കാവോ അത്രയും ചെറുതാക്കിയിട്ട്
ഇതിന്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ അടിയിൽ പട്ട വയ്ക്കാണ്. ഇത് തുണിയുടെ നല്ല വശമാണ്. നല്ല വശത്ത് നമ്മൾ ഈ വെക്കാൻ പോണ പട്ടയുടെ നല്ല വശം ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് ഞാനിങ്ങനെ സ്റ്റിച്ച് കൊടുക്കാണ്. എന്നിട്ട് ഇതിങ്ങനെ മറിച്ചെടുക്കുമ്പോഴേ വേണ്ട നല്ല വശം തമ്മിൽ വന്നത്. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു അറ്റത്ത് നിന്നാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ മടക്കില് നമ്മൾ ഈ സൈഡ് ജോയിൻ ചെയ്തത് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിവർത്തി വയ്ക്കാൻ നിർബന്ധമില്ല. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ. നല്ല വശവും പട്ടയുടെ നല്ല വശവും ഡ്രസ്സിന്റെ നല്ല വശവും ഒപ്പത്തിനൊപ്പം വെക്കുക. നമുക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മളിത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തോ. ഇനി ഞാൻ ഇതിങ്ങനെ വെച്ച് മേലെക്കൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാണ്. ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് താഴത്തേക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അത് ഇതേപോലെ 2 മടക്കുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, തൊട്ട് ഇപ്പുറത്തെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പില് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ 2 പോയിന്റ് എന്ന രീതിയിൽ നീക്കിയിട്ട് അങ്ങനെ 2 സ്റ്റിച്ച് കൂടി കൊടുക്കാം. ഏത് മിഡ് വേസ്റ്റ് റൗണ്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എ ലൈൻ കുർത്തിയാണല്ലോ, അപ്പൊ നമുക്ക് മിഡ് വേസ്റ്റ് റൗണ്ട് വരെ കൊടുക്കാം. അതുപോലെ തന്നെ ഹെമ്മിങ് ചെയ്യാം. ഞാൻ സൂചി നൂലെടുത്തു. നൂലിനെ ഞാൻ 2 എന്ന രീതിയിൽ എടുത്ത് ഇവിടെ ഞാൻ കെട്ടിട്ടു. കണ്ടില്ലേ? എന്നിട്ട് ഇതാണ് നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ ഇത് ഇവിടുന്ന് ഇങ്ങനെ കുത്തിയാനെടുത്തു. ഇവിടെ ഒന്നും കൂടി ഞാൻ കുത്തി. കണ്ടില്ലേ? അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വിട്ട് ഇതാണ് എൻ്റെ നല്ല ലൈനിങ് തുണിയുമ്പോൾ മാത്രം ഇങ്ങനെ കൊളത്തക്ക രീതിയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പിടിക്കാം. അപ്പൊ ഈ സൂചി നമ്മുടെ കൈമ തൊട്ടില്ല എന്നുള്ള രീതിയിലാവുമ്പോ പതുക്കെ ഇങ്ങനെ മേലേക്ക് പൊന്തിക്കാണ്ട്. അപ്പൊ ഒരേഴയാണ് ഇപ്പൊ പൊന്തി വന്നേക്കുന്നത്. അത് നമ്മളുടെ നെക്കിന്റെ ഇതിലേക്ക് ഇങ്ങനെ കുത്താം. അതാവുമ്പെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പുറത്ത് നമ്മള് കുത്തിയേക്കണെന്ന് അറിയില്ല. കണ്ട? അതുപോലെ തന്നെ കൈകൾ കുറച്ച് നീക്കി പിടിക്കുക. ആ കൈമേക്ക് സൂചി തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുത്താ. എന്നിട്ട് ചെരിച്ചിട്ട് പതുക്കിന്റെ മേലേക്ക് പൊന്തിക്കുക. എന്നിട്ട് നമ്മുടെ നെക്കിന്റെ ഇതുമേക്ക് കൊത്താം. അപ്പൊ ഇങ്ങനെ നമുക്ക് മൊത്തം നെക്ക് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം. കൈ കുറച്ച് നീക്കി വെക്കുക. കൈമേക്ക് പതുക്കെ കുത്ത. തൊട്ടില്ല എന്നുള്ള രീതിയിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. കണ്ട? നോക്കിയേ, ഇപ്പുറത്ത് നമ്മളുടെ ഇവിടെ ഒരു കുത്തുകുത്തി, ഇവിടെ ഒരു കുത്തുകുത്തി, ഇവിടെ ഒരു കുത്തുകുത്തി. എന്താ അറിയണ്ടോ നോക്കിയേ? ഇല്ല. ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാനായിട്ട്.